വെൽക്കം ബാക്ക് ടു മുഅല്ലിമ ചാനൽ. ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന വിഷയമാണ്. ജീവിതം വലിയ വിഷമത്തിലാണ്, വലിയ കടമാണ്, ദാരിദ്ര്യമാണ്, ബിസിനസ് ഒന്നും നടക്കുന്നില്ല, ജോലിയില്ല, വലിയ ബുദ്ധിമുട്ടിലാണ്, സ്വന്തമായി ഒരു വീടില്ല, ഉള്ള ജോലിയിൽ ശമ്പളമില്ല, ഉള്ള സമ്പത്തിൽ ബർക്കത്തില്ല, ഇങ്ങനെ തുടങ്ങിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് ധാരാളം ആളുകൾ വിളിച്ചു പറയാറ്. പ്രിയമുള്ളവരെ, നിങ്ങൾ സാമ്പത്തികമായി വിഷമം നേരിടുന്ന ഒരാളാണോ? എന്നാൽ ഈ പറയുന്ന ദിക്ർ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ദിക്ർ ഇന്നു മുതൽ ഡെയിലി ചൊല്ലിക്കോ. ഇൻഷാ അല്ലാഹ് തീർച്ചയായും അത്ഭുതകരമായ മാറ്റം നിങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. സമ്പത്ത് നിന്നെ തേടി എത്തും ഇൻഷാ അല്ലാഹ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തു വന്ന് ഒരു മനുഷ്യൻ വളരെ വിഷമത്തോടെ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, സാമ്പത്തികമായി വളരെ കഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരമാർഗം പറഞ്ഞു തരണം റസൂലെ എന്ന് ആ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അതേസമയം ആ മനുഷ്യൻക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, സുബ്ഹിയുടെ സമയത്ത് ഈ തസ്ബീഹ് ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ്. ഈ തസ്ബീഹ് സുബ്ഹി നമസ്കാര ശേഷം 100 തവണ പതിവാക്കിയാൽ സമ്പത്ത് നിന്നെ തേടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ആ പരിഹാര മാർഗമായി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ആ മനുഷ്യൻ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് പറഞ്ഞു തന്ന ആ തസ്ബീഹ് ഞാൻ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ സുബ്ഹി സമയത്ത് 100 പ്രാവശ്യം ഞാൻ പതിവാക്കി. അതുകൊണ്ട് റസൂലെ, എനിക്കിപ്പോൾ ധാരാളം സമ്പത്ത് കുതിച്ചുയരുകയാണ്. അത് എവിടെ വെക്കണം എന്ന് പോലും എനിക്കറിയുന്നില്ല. അത്രത്തോളം സമ്പത്താണ് അള്ളാഹു എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായി ഉയർച്ച ആഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും സുബ്ഹി സമയത്ത് ഈ തസ്ബീഹ് 100 പ്രാവശ്യം നിങ്ങൾ പതിവാക്കുക. അല്ലാഹു തആല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സമ്പത്ത് നൽകുന്നതാണ്. അങ്ങനെ അല്ലാഹു തആല നൽകിയ സമ്പത്തിൽ നിന്ന് സ്വതക്ക നൽകുക. ഇങ്ങനെ ചെയ്താൽ സമ്പത്തിൽ ബർക്കത്തും എന്നും നിലനിൽക്കുകയും അത് ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ പിശുക്ക് കാണിക്കാതെ നിങ്ങൾ ദാനധർമ്മം ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടിയായി തന്നെ അള്ളാഹു ദുനിയാവിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് തിരിച്ചു തരും. മാത്രമല്ല, നിങ്ങൾ സ്വതക്ക ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. മാത്രമല്ല, നിങ്ങൾ സ്വതക്ക ചെയ്ത ആ പാവപ്പെട്ട മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ ഉറപ്പായും അള്ളാഹു സ്വീകരിക്കും. പ്രിയമുള്ളവരെ, മേൽ പറഞ്ഞ തസ്ബീഹ് സുബ്ഹിയുടെ സമയത്ത് 100 തവണ ഡെയിലി ചൊല്ലുക. ഇന്നു മുതൽ ചൊല്ലുക. സാമ്പത്തികമായി വിഷമങ്ങൾ നേരിടുന്ന എല്ലാവരും ചെയ്യുക. നിങ്ങൾ ഇന്നു മുതൽ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്തരം തസ്ബീഹുകളും ദുആകളും ചൊല്ലാതെ സാമ്പത്തികമായി വിഷമത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്, ബുദ്ധിമുട്ടിലാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഉണർത്തിക്കൊണ്ട് എല്ലാവരും ഇന്നു മുതൽ ചെയ്യുക. അല്ലാഹു തആല ഈ തസ്ബീഹ് നമുക്ക് ജീവിതത്തിൽ പതിവാക്കാനും അതുകൊണ്ട് നമ്മൾക്ക് ധാരാളം സമ്പത്ത് നൽകാനും ആ സമ്പത്ത് നമുക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ ഹലാലായ മാർഗത്തിൽ ചിലവഴിക്കാനും ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം ഉണ്ടാവാനും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.